ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് എല്ലാവരോടും ഉള്ളതാണ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അതിന് ഉത്തരം പറയണം. എനിക്കറിയാം, ഇപ്പോൾ ലതിക ആദ്യം തന്നെ പറഞ്ഞു, പല ഇതിലിരുന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ് ലതിക ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് ഞാൻ കാണുന്നത്. ഒരു സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമുക്ക് കുറച്ചുകൂടി സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്രത്തോളം പറ്റും. ചിലർ പറയും നേരെ തിരിച്ചാണ്, സത്യം പറഞ്ഞാൽ ആണുങ്ങളാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകളത് ചെയ്യില്ല എന്ന് പറയും. മാർക്കൊന്നും ഒരു കണ്ണിച്ചോരേ ഇല്ല എന്ന ചോദ്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ലതിക അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, ചെറുതായിട്ട് ഉത്തരം പറഞ്ഞാൽ ഉപകാരമായി. ഇവർക്ക് അധികം കട്ട് ചെയ്യാതെ. ഇവിടെ ശ്രീമതി ഗീതാബക്ഷി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പുരുഷൻ കണ്ണുകൊണ്ട് കാണുന്നത് സ്ത്രീ ഹൃദയം കൊണ്ട് കാണുന്നു എന്നുള്ളതാണ്. ഏത് തലമാണെങ്കിലും, ഞാനും ഗീതാബക്ഷിയും കുറേ കാലം ഒരുമിച്ച് മാധ്യമപ്രവർത്തകരായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മാധ്യമപ്രവർത്തകയായിരുന്നു, അധ്യാപികയായിരുന്നു, LIC ഏജൻ്റാണ് സ്റ്റിൽ ഇപ്പോഴും. കാരണം രാഷ്ട്രീയ ഉപജീവനമാർഗം അല്ലാത്തത് കൊണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഈ സംരംഭകരുടെ ോട് പറയുകയായിരുന്നു, ഞാൻ അടുത്ത നാളായിട്ട് ഒരു സംരംഭകയാണ്. 60 വയസ്സായി. 60-ാം വയസ്സിൽ ഇത് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, വരവിനൊപ്പം അല്ല ചിലവ്, അതിനേക്കാൾ കൂടുതൽ ചിലവ്. ഇനി മകൻ ഒരാളേ ഉള്ളൂ, കല്യാണം കഴിച്ചു, മോനും ഭാര്യയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതല്ല, അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് ഈ കണ്ണുകൊണ്ട് കാണാതെ ഹൃദയം കൊണ്ട് കണ്ടതുകൊണ്ട് എൻ്റെ ജില്ലയെ കേവലം 2.5 വർഷം, ആദ്യത്തെ ടേം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പം എൻ്റെ ജില്ലയിലെ 74 പഞ്ചായത്തുണ്ടെന്ന് കോട്ടയം ജില്ലയിൽ. അതുപോലെ 10 ബ്ലോക്ക് പഞ്ചായത്ത്, 10 നിയമസഭാ സീറ്റുകൾ. ഇവിടെ എല്ലാം ഓടി നടന്ന് ഇരിക്കാൻ നേരമില്ലാത്തതുപോലെ ഒരു പദവിയിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതിലേറെ കാര്യങ്ങൾ ചെയ്യുവാനും അവിടുത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, സാധാരണക്കാരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എൻ്റെ പത്രപ്രവർത്തന ജീവിതവും പൊതുപ്രവർത്തന ജീവിതവും എന്നും പരസ്പര പൂരകങ്ങളാണ്. ശ്രീമതി ഗീതയ്ക്ക് അറിയാം, ഞാൻ എപ്പോഴും ജനകീയമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു എൻ്റെ ആർട്ടിക്കിളിന് പോലും തിരഞ്ഞെടുത്തിരുന്നത്. ഉദാഹരണത്തിന് സിസ്റ്റേഴ്സ് കഥ പറയുന്നു, അതായത് ചിങ്ങവനം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ കഥാപ്രസംഗം നടത്തിയ ആ സ്ത്രീകൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനൊരു പൊതുപ്രവർത്തകയായതുകൊണ്ടാണ് എനിക്ക് അവരുടെ വിഷയം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അല്ലാതെ ഒരു വെറും പത്രപ്രവർത്തക മാത്രമായിരുന്നെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ടാണല്ലോ ദീപ്തിയും ചിന്തയും ഇവരെല്ലാം പറഞ്ഞതുപോലെ, ഇവരെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന 10,000-കണക്കിന് സ്ത്രീകൾക്ക് നന്നായി അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഓവർ വർക്കുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതെനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഈ ഒരു ചോദ്യം എല്ലാവരോടുകൂടി കോമൺ ആയിട്ട് ചോദിക്കുമ്പോഴും, ഇപ്പോൾ പറഞ്ഞു നമ്മൾ സംവരണ സീറ്റ് അല്ലാതെ ജനറൽ സീറ്റിലേക്ക് സ്ത്രീകൾ വരണം. ഈ സംവരണ സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾക്കറിയാം, പാർട്ടികൾ ഇറങ്ങിപ്പോകുന്നു, ലോക്സഭ സ്തംഭിക്കുന്നു, എല്ലാ സഭകളും സ്തംഭിക്കുന്നു. 33% സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്രയ്ക്ക് വിഷമമാണ്. 50% സംവരണം വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, സംവരണം അല്ല 50% സ്ത്രീകൾ വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, സംവരണത്തിലൂടെ സ്ത്രീകൾ, സംവരണത്തിലല്ലാതെയോ ആകെയോ നമ്മുടെ ഒരു സഭയിൽ 10% സ്ത്രീകൾ വേണം എന്ന് പറയുന്നത് വെറും ഒരു അവകാശ ചോദ്യം മാത്രമാണോ? അതിനെന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ ഈ അവകാശങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്ത്രീയുടെ അവകാശങ്ങൾ എന്ന് പറയും. കാരണം എന്താണ്? നിയമപരമായി, ഭരണഘടനാപരമായി നമുക്ക് അവകാശമുണ്ട്. നമുക്ക് ഈ രാജ്യം ഉണ്ടായപ്പോൾ മുതലേ അവകാശമുണ്ട്, ഈക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്. പക്ഷേ ഈ അവകാശങ്ങളിലേക്ക് നമ്മൾ പറയുന്ന എന്തുകൊണ്ടാണ് അതിലേക്ക് എത്താൻ കഴിയാത്തത് എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നൊന്നുമില്ല ഇത്. പക്ഷേ എൻ്റെ ധാരണയാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്താണ് പുരുഷ കേന്ദ്രീകൃതമായ ഒരു രംഗത്തേക്ക് ഒരു സ്ത്രീ ഇറങ്ങി ചെല്ലുമ്പോൾ അവരോടൊപ്പം ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് വ്യത്യാസം സ്ത്രീ പ്രവർത്തിക്കുമ്പോഴുള്ള വ്യത്യാസം? ഡെഫിനിറ്റ്ലി ഒരേ പൊസിഷനിൽ ഒരു പുരുഷനെയും സ്ത്രീയെ ഇരുത്തിയാൽ വ്യത്യാസമുണ്ട്. കാര്യം നമുക്ക് ബയോളജിക്കലി നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തിയാൽ തീർച്ചയായിട്ടും, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്ന കേട്ടോ, എല്ലാ സ്ത്രീയും എല്ലാ പുരുഷനും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. ജനറലി പറഞ്ഞാൽ
ആ ചെയ്യുന്ന ജോലിക്ക് ഒരു പെർഫെക്ഷൻ, ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ പെർഫെക്ഷൻ, ഇതെല്ലാം സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് നിയമസഭയിൽ പാർലമെൻറ്റിൽ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, ഒരു ലെവൽ എത്തുമ്പോഴേക്കും, ഇവിടെ ലതിക പറഞ്ഞതുപോലെ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ആരെങ്കിലും നമ്മുടെ തലക്കിട്ട് അടിക്കുകയല്ല ചെയ്യുന്നത്. ആ ലെവൽ എത്തിയിട്ട് തലക്കിട്ട് അടി കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ധൈര്യം, അതിനുള്ള താല്പര്യം അത് നമ്മൾ കാണിക്കുന്നില്ല. ആ ലെവൽ കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം. അതിന് സംവരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചോദ്യം അതിനേക്കാൾ ഉപരി എന്തിനാണ് ഒരു സ്ത്രീ എത്തിച്ചേരേണ്ടത്, എന്തുകൊണ്ട് എത്തുന്നില്ല എന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഒരു താക്കോൽ അധികാര സ്ഥാനത്ത് ഒരു സ്ത്രീ എത്തേണ്ടതിൻ്റെ എന്തിനാണ് എന്നൊരു ചോദ്യം പലപ്പോഴും കേൾക്കാറുണ്ട്. പുരുഷന്മാർ നന്നായി നടത്തുന്നില്ലേ? സ്ത്രീകൾക്ക് ഇത്ര സംവരണം വേണം, 33% പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ ജനറൽ സീറ്റിൽ കൂടെ വരുമ്പോഴത്തേക്ക് അത് 40% സ്ത്രീകളായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അധികാരത്തിൽ വരേണ്ടത്? ഈ നമ്മൾ ഒന്നാമത് നമ്മൾ അങ്ങോട്ട് അടിവെച്ച് വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നമ്മുടെ രാജ്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യം നമ്മൾ അധികാരത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം അധികാരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പൊസിഷനുകളിൽ പലപ്പോഴും സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട്. എക്സെപ്ഷണൽ ഇഷ്ടംപോലെ കേസ്. 3 തവണ മുഖ്യമന്ത്രിയായ ഷീല ദീക്ഷിത് ഉണ്ട് ഡൽഹിയിൽ. അതുപോലെ നിരവധി പേരുകൾ നമുക്ക് പറയാനുണ്ട്.